അപ്പോൾ നീലൂട്ടൻ പോവാട്ടോ. നീലൂട്ടൻ്റെ അമ്മയുടെ കൂടെ പോവാം, അടൂർ പോവാ. ആദ്യമായിട്ട് അങ്ങനെ പോകുന്നത്. എന്തോ ആവോ എന്തോ 2.5 മണിക്കൂർ ബസ്സിലിരിക്കേണ്ടതാണ്. 3.5 മണിക്കൂറൊക്കെ എടുക്കും. എണി അവിടെ നിന്ന് അഴുക്കാവും. ചെരുപ്പ് ചെരുപ്പ്. അയ്യേ അയ്യേ, പോണ്ട നീ, പോണ്ട നീ. പോയ ഒരു രസമില്ലടാ നീലു. ഒരു ഉമ്മ ഒരു ഉമ്മ. ടാറ്റാ. പോണ്ട നീലു, പോണ്ടാടാ. ഒരു ഉമ്മതാ, ഒരു ഉമ്മതാ, 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 ഉമ്മ. ബാഗ് കൊടു. ടാറ്റാ. ആ, എവിടെയെങ്കിലും പോയി കാണും. പിടിച്ചോ, പേഴ്സ് അതിനകത്ത് വെച്ചല്ലോ. ആ, ഒരു ഉമ്മതാ. ടാറ്റ വിളിക്കണേ. അവൻ, അയ്യോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നീലൂസ് പോയി കേട്ടോ, അങ്ങ് വീട്ടിൽ പോയി. എന്നേ പറയുന്നത് കൊട്ടാരക്കര പോവാ, അടൂർ പോവാ, അടൂർ പോവാന്നേ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അമ്മ വിചാരിച്ചൊന്ന് കൊണ്ടുപോയി നോക്കാമെന്ന്. നിർബന്ധമൊന്നും കാണത്തില്ല, കുഴപ്പമില്ലായിരിക്കും, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ലായിരിക്കും. ആള് ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്. ഡാറ്റയൊക്കെ തന്ന് ആള് ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്. പിന്നെ 2.5 മണിക്കൂർ ബസ്സിലിരിക്കുന്ന ആ ഒരു നമുക്കൊരു ടെൻഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അടങ്ങിയിരിക്കുമോ, അങ്ങനെ ഇതുവരെ ഇത്രയും ദൂരം ബസ്സിൽ ഇരുന്നിട്ടില്ല. സാധാരണ നമ്മൾ പോകുന്നത് ട്രെയിനിന് പോകുമ്പം അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടല്ലോ ട്രെയിനിനകത്ത്. പക്ഷേ ബസ്സിന് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. കുഞ്ഞിലെ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ആ സമയത്ത് കൊണ്ടുപോയപ്പോൾ ഭയങ്കര നിർബന്ധമായിരുന്നു. ചിലപ്പം അതുകൊണ്ടായിരിക്കും നമുക്ക് ടെൻഷൻ, ഇരിക്കുമോ അടങ്ങിയിരിക്കുമോ, അവന് പാടായിരിക്കുമോ എന്ന്. പിന്നെ കുഴപ്പമില്ലായിരിക്കും. എന്തായാലും ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അമ്മ. എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നതേ, അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ടെൻഷനും കാര്യമുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി അവിടെ ചെന്ന് വീട്ടിൻ്റെ അവിടെ ചെല്ലുന്ന വരെ ഉള്ളൊരു ടെൻഷനാണ്. അങ്ങ് വീട്ടിൽ ചെന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാനും കൂടി അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുഴപ്പമില്ലായിരിക്കും, നോക്കാം എന്തായാലും. അങ്ങനെ ചേട്ടായി അവരെ 2 പേരെയും തമ്പാനൂർ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടിട്ട് വരും കേട്ടോ. തമ്പാനൂർ കൊണ്ടാക്കാനായിട്ടാണ് പോയേക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ഒരു വിങ്ങൽ. വേറെ ടെൻഷനും ഒന്നുമില്ല, അവ ഹാപ്പി ആയിട്ടാണ് പോയേക്കുന്നത്, അതുകൊണ്ടുള്ള ടെൻഷനൊന്നുമില്ല. പക്ഷെ അവ ഇങ്ങനെ പോയപ്പോൾ ഒരു എന്തൊക്കെയോ എവിടേക്കോ ഒരു വിഷമം. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ ഞാനും അങ്ങ് പോകും, അത് വേറെ കാര്യം. പിന്നെ അവിടെ എത്തുമ്പോൾ ഉള്ള അവിടെ എത്തുന്ന വരെ ഒരു ടെൻഷൻ കാണും, അതേ ഉള്ളൂ. ഇവിടെ സാധാരണ അങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേട്ടായിയുടെ അമ്മയുടെ അടുത്ത് മാത്രമേ അങ്ങനെ മാറി നിന്നിട്ടുള്ളൂ. അവിടെ നിൽക്കുമ്പം കുഴപ്പമൊന്നുമില്ല, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വിട്ടത് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ വിടത്തില്ലായിരുന്നു. എന്തായാലും നോക്കാം അല്ലേ എങ്ങനെ ആയിരിക്കുമെന്ന്. ഇത്രയും ദൂരം ആയതുകൊണ്ടാണ് ടെൻഷൻ, കുഴപ്പമില്ലായിരിക്കും. നോക്കാം എന്തായാലും.